Dear students, today our topic of discussion is orthogonal matrices. ഇന്നത്തെ നമ്മുടെ കോൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രിലിമിനറി ആയി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. എ കോംപ്ലക്സ് നമ്പർ is of the form x plus iy. We usually denote it by z. So we have z equal to x plus iy as a complex number, where this I square equal to minus 1. So actually I is square root of minus 1. So ഇതാണ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ ഫോം. കോംപ്ലക്സ് നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തി രണ്ട് ടേംസ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ, അടുത്തത് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. എക്സ് പ്ലസ് ഐ വൈ എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് ഐ വൈ ആണ്. എക്സ് പ്ലസ് ഐ വൈ എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. സോ കോംപ്ലക്സ് നമ്പറിനെ നമ്മളൊരു എക്സ് വൈ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, സോ ലെറ്റ് ദിസ് പോയിന്റ് ബി എക്സ് കോമ വൈ. എക്സ് പ്ലസ് ഐ വൈ എന്ന കോംപ്ലക്സ് നമ്പറിനെ ഇതുപോലെ കോർഡിനേറ്റ് ആയിട്ട് എക്സ് വൈ ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും എന്ന് ആലോചിക്കാം. സോ ഈ പോയിന്റ് എക്സ് വൈ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എക്സ് ആയിരിക്കും, ഈ ഡിസ്റ്റൻസ് വൈ ആയിരിക്കും. സോ ബൈ പൈതഗോറസ് തിയറം ആക്ച്വലി ദിസ് ഡിസ്റ്റൻസ് is square root of x square plus y square. That is the distance of the point xy from the origin. So modulus of the complex number x plus iy is square root of x square plus y square. ഇനി നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ അതിനെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് ലഭിക്കുക എന്ന് കൂടെ നോക്കാം. കോംപ്ലക്സ് നമ്പർ z എക്സ് പ്ലസ് ഐ വൈ ആണ് എന്ന് വിചാരിക്കാം. സോ z ബാർ ഇസ് എക്സ് മൈനസ് ഐ വൈ. സോ ലെറ്റ് us multiply these two complex numbers together. We have a plus b into a minus b formula here. So we have a square minus b square. In the place of b here we have iy. So we have x square minus iy whole square. So this is x square minus I square is minus 1. So we have minus of minus 1, that is plus 1 into y square. So z into z bar is x square plus y square. പക്ഷേ നമ്മളിവിടെ പറഞ്ഞിരുന്നു മോഡുലസ് ഓഫ് സെഡ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ദോർഫോർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് മോഡ് സെഡ് സ്ക്വയർ ആണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സ്ക്വയർ ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ ദിസ് ഇസ് ആക്ച്വലി മോഡ് സെഡ് സ്ക്വയർ. സോ വി ഹാവ് ദ റിസൾട്ട് സെഡ് ഇൻറ്റു സെഡ് ബാർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സെഡ് ഹോൾ സ്ക്വയർ. ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ പ്രിലിമിനറി ആയി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. Now we have a definition: symmetric matrices. An n by n matrix A is symmetric if A equal to A transpose, where A transpose is a transpose of the matrix A. What do you mean by transpose of a matrix? If we interchange the rows and columns of a matrix, we get the transpose of the matrix. ഇവിടെ A എന്ന മാട്രിക്സ് എടുക്കാം. 1 2 3 2 0 4 3 4 5. ഇതിൻ്റെ ട്രാൻസ്പോസ് നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഇവിടെയുള്ള ഫസ്റ്റ് റോ ട്രാൻസ്പോസിൽ ഫസ്റ്റ് കോളമായിട്ട് വരും. 1 2 3 ഹിയർ ഇസ് ദ 1 2 3. സെക്കൻഡ് റോ സെക്കൻഡ് കോളമായിട്ട് മാറി, തേർഡ് റോ തേർഡ് കോളമായിട്ട് മാറി. സോ ആക്ച്വലി എ ട്രാൻസ്പോസ് എഴുതിയ സമയത്ത് നമുക്ക് എ എന്ന മെട്രിക്സ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. സോ ഹിയർ എ ഇസ് എ സിമെട്രിക് മെട്രിക്സ്. എങ്ങനെയാണ് സിമെട്രിക് മെട്രിക്സിനെ നമ്മൾ മനസ്സിലാക്കുക? ഇതിൻ്റെ മെട്രിക്സിൻ്റെ മെയിൻ ഡയഗണൽ എടുക്കാം. മെയിൻ ഡയഗണലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ലൈക്ക് പൊസിഷൻസിൽ നിൽക്കുന്ന ടേംസ് അല്ലെങ്കിൽ മിറർ ഇമേജ് പോലെ നിൽക്കുന്ന ടേംസ് ഈക്വൽ ആയിരിക്കും. സോ ഹിയർ ദിസ് എലമെൻറ്റ് ആൻഡ് ദിസ് എലമെൻറ്റ് ദീസ് ടു ആർ ഈക്വൽ. ഇത് 3യുടെ മിറർ ഇമേജ് ഇവിടെയാണ് വരുന്നത്, അത് രണ്ടും ഈക്വൽ ആണ്. 4 ഈക്വൽ ആണ്. സോ ഹിയർ എ ഈക്വൽ ടു എ ട്രാൻസ്പോസ്. ഫോർ ദ മാട്രിക്സ് എ ഹിയർ ഇസ് സിമെട്രിക്. Now we have a theorem relating the symmetric matrices. Theorem says that let A be a symmetric matrix with real entries. Then the eigenvalues of A are real. A എന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. അതായത് എയുടെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എ തന്നെയാണ് ലഭിക്കുക. എയിലുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നെ റിയൽ എൻട്രീസ് ആണ്. അതായത് എ എന്ന മെട്രിക്സിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ഒന്നും എൻട്രീസ് ആയിട്ടില്ല, എല്ലാ എൻട്രീസും റിയൽ എൻട്രീസ് ആണ്. എങ്കിൽ എയുടെ ഏഗൻ വാല്യൂസ് എല്ലാം തന്നെ റിയൽ ആയിരിക്കും. ഏഗൻ വാല്യൂസിൽ കോംപ്ലക്സ് നമ്പേഴ്സ് വരില്ല. അതായത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് ലാംഡ വാല്യൂസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നതെല്ലാം തന്നെ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അതാണ് ഈ തിയറത്തിൽ പറയുന്നത്. സോ അതിനായി നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഏഗൻ വാല്യൂം അതിന് കറസ്പോണ്ടിങ് ആയുള്ള ഒരു ഏഗൻ വെക്ടറും എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഇഫ് കെ ഇസ് ആൻ ഏഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ആൻ ഏഗൻ വാല്യൂ ലാംഡ ഓഫ് ദ മാട്രിക്സ് എ,
then we know the relation is ak equal to lambda k. A into k equal to the scalar lambda into k. ഇത്തരത്തിലുള്ള റിലേഷൻ എഴുതാൻ പറ്റുമ്പോഴാണ് ലാംഡയെ നമ്മൾ ഏഗൻ വാല്യൂ ഓഫ് എ എന്നും k is the corresponding ഏഗൻ വെക്റ്റർ എന്നും പറയുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഇക്വേഷൻ്റെ മൊത്തം രണ്ട് സൈഡിലും കോൺജുഗേറ്റ് എടുക്കുന്നു. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ് പ്ലസ് ഐ വൈ എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് ആണെങ്കിൽ അത് എക്സ് മൈനസ് ഐ വൈ ആണ്. ഒരു മെട്രിക്സിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മെട്രിക്സിലുള്ള എല്ലാ എലമെൻസിൻ്റെയും കോൺജുഗേറ്റ് എടുക്കണം. ഈ മെട്രിക്സിലുള്ള എലമെൻസ് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഓരോന്നിനെയും കോൺജുഗേറ്റ് ഇത്തരത്തിൽ എഴുതുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ എ കെ എന്ന മെട്രിക്സ് ഒരു പ്രോഡക്റ്റ് മെട്രിക്സ് ആണ്. ഇതിൻ്റെ കോൺജുഗേറ്റ് നമ്മൾ എടുക്കുന്നു. സോ ഇറ്റ് ഈസ് എ കോൺജുഗേറ്റ് കെ കോൺജുഗേറ്റ് ഈക്വൽ ടു ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു കെ കോൺജുഗേറ്റ്. പക്ഷേ നമ്മളിവിടെ അസംഷനിൽ തന്നെ പറഞ്ഞു എയിലുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നെ റിയൽ എൻട്രീസ് ആണ്. റിയൽ എൻട്രീസ് എന്ന് പറഞ്ഞാൽ 4, 5 എന്ന് പറയുന്ന പോലെയുള്ള എൻട്രീസ്. ഇതിൻ്റെയൊക്കെ കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേ നമ്പർ തന്നെയാണ് ലഭിക്കുക. കാരണം ഇവിടെ ഇമാജിനറി പാർട്ട് ഇല്ല. ഒരു കോംപ്ലക്സ് നമ്പറിൽ ഇവിടെ ഇമാജിനറി പാർട്ടിനാണ് നമ്മൾ സൈന് മാറ്റി എഴുതുന്നത്. സോ റിയൽ എൻട്രീസ് ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേ എൻട്രീസ് തന്നെയാണ് ലഭിക്കുക. സോ എ ഈക്വൽ ടു എ കോൺജുഗേറ്റ്. സോ ഇക്വേഷനിൽ എ കോൺജുഗേറ്റ് ഉള്ള സ്ഥലത്ത് നമ്മൾ എ എന്ന് എഴുതുന്നു. ബാക്കി നമ്മൾ അങ്ങനെ തന്നെ ഇക്വേഷൻ ഫില്ല് ചെയ്തു. എ ഇൻറ്റു കെ കോൺജുഗേറ്റ് ഈക്വൽ ടു ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു കെ കോൺജുഗേറ്റ്. നൗ വി ടേക്ക് ദ ട്രാൻസ്പോസ് ഓഫ് ദിസ് ഇക്വേഷൻ ഇൻ ബോത്ത് സൈഡ്സ്. Okay, so we have the result A into B whole transpose equal to B transpose into A transpose. ഈ റിസൾട്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. So using the result we have A into K conjugate whole transpose equal to lambda conjugate into K conjugate whole transpose. So using the rule A into B transpose equal to B transpose into A transpose, we have K conjugate transpose into A transpose equal to ലാംഡ ബാർ എന്നതൊരു റിയൽ നമ്പർ മാത്രമാണ്, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ ആണ്. അതുകൊണ്ട് അതിനെ നമുക്ക് ഓർഡർ പ്രശ്നമില്ല. സോ ഇറ്റ് ഈസ് ലാംഡ ബാർ ട്രാൻസ്പോസ് ഇൻറ്റു കെ കോൺജുഗേറ്റ് ട്രാൻസ്പോസ്. ഇപ്പം നമുക്ക് ലഭിച്ച ഇക്വേഷനിൽ റൈറ്റ് സൈഡിൽ നമ്മളൊരു കെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ റിലേഷൻ ലഭിച്ചത്. കെ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഇൻറ്റു എ കെ. എ ട്രാൻസ്പോസ് എന്നത് എ തന്നെയാണ്, അതുകൊണ്ട് അതിനെ എ ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഈക്വൽ ടു ലാംഡ ബാർ ട്രാൻസ്പോസ് ഇൻറ്റു കെ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഇൻറ്റു കെ. ഈ ഇക്വേഷനിൽ രണ്ട് സൈഡിലും കെ മൾട്ടിപ്ലൈ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷൻ ലഭിച്ചിട്ടുണ്ട്. അത് അവിടെ നമ്മൾ കീപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ വീണ്ടും സ്റ്റാർട്ടിങ്ങിലേക്ക് പോവുകയാണ്. നമുക്ക് എ കെ ഈക്വൽ ലാംഡ കെ എന്ന റിലേഷൻ ഉണ്ട് നമ്മളെ കയ്യിൽ. ഈ ഇക്വേഷനിൽ രണ്ട് സൈഡിലും കെ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഹാവ് കെ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഇൻറ്റു എ കെ ഈക്വൽ ടു ലാംഡ ഇൻറ്റു ലാംഡ ഇസ് എ സ്കേലാർ ലാംഡ ഇൻറ്റു കെ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഇൻറ്റു കെ. നമ്മൾ മുമ്പ് ഇവിടെ ഫോം ചെയ്ത് വെച്ച ഇക്വേഷനും ഇതും കൂടെ നമ്മൾ കമ്പയർ ചെയ്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ഈക്വൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേറ്റ് ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ്സ്. സോ ലാംഡ ബാർ കെ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഇൻറ്റു കെ ഈക്വൽ ടു ലാംഡ കെ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഇൻറ്റു കെ. So we can take this k conjugate transpose into k as a common factor. So we have 0 equal to lambda bar minus lambda into k conjugate transpose into k. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഇക്വേഷൻ ഫോം ചെയ്തത് എന്ന് ഒന്നുകൂടെ ചുരുക്കി പറയാം. ആദ്യം നമ്മൾ ലാംഡ എന്ന ഏഗൻ വാല്യൂ കറസ്പോണ്ടിങ് ആയുള്ള ഏഗൻ വെക്റ്റർ കെ കൺസിഡർ ചെയ്തു. സോ വി ഹാവ് ദ റിലേഷൻ എ കെ ഈക്വൽ ലാംഡ കെ. ഈ കാണുന്ന ഇക്വേഷൻ്റെ കോൺജുഗേറ്റ് എടുത്തു. കോൺജുഗേറ്റ് എടുത്ത് ലഭിച്ച ഇക്വേഷനെ നമ്മൾ രണ്ട് സൈഡിലും ട്രാൻസ്പോസ് എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്തു. അതിനുശേഷം ലഭിച്ച ഇക്വേഷനിൽ റൈറ്റ് സൈഡിൽ കെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോഴാണ് ഫസ്റ്റ് ഇക്വേഷൻ ലഭിച്ചത്. രണ്ടാമത്തെ ഇക്വേഷൻ ലഭിക്കാൻ നമ്മൾ ചെയ്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ വെറുതെ കെ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് മൾട്ടിപ്ലൈ ചെയ്തു. സോ വി ഗെറ്റ് 2 ഇക്വേഷൻസ്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ്സ് ഇക്വേറ്റ് ചെയ്തു. ഇത്രയുമാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് പറയേണ്ടത് ലാംഡ ഈക്വൽ ടു ലാംഡ ബാർ എന്നാണ്. എന്തിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ലാംഡ ഈസ് റിയൽ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട്. എ എന്ന മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കുകയും അതിലുള്ള എൻട്രീസ് എല്ലാം റിയൽ നമ്പേഴ്സ് ആയിരിക്കുകയും ചെയ്താൽ അതിൻ്റെ ഏഗൻ വാല്യൂസ് എല്ലാം റിയൽ ആയിരിക്കും എന്നാണ് നമുക്ക് പറയേണ്ടത്. കോംപ്ലക്സ് നമ്പേഴ്സ് വരില്ല, പ്യുവർ റിയൽ നമ്പേഴ്സ് മാത്രമേ വരൂ എന്നാണ് നമുക്ക് പറയേണ്ടത്. ഇവിടെ നമ്മൾ ആർബിട്രേറ്റ് എടുത്ത ഏഗൻ വാല്യൂ ആണ് ലാംഡ. ലാംഡ റിയൽ നമ്പർ ആണ് എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഈസ് ഇനഫ് ടു ഷോ ദാറ്റ് ലാംഡ കോൺജുഗേറ്റ് ഈക്വൽ ടു ലാംഡ. ഒരു റിയൽ നമ്പറിൻ്റെ കോൺജുഗേറ്റ് എടുത്താൽ മാത്രമേ അതേ നമ്പർ നമുക്ക് ലഭിക്കുള്ളൂ. കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ എക്സ് പ്ലസ് ഐ വൈ പോലെയുള്ള നമ്പർ ആണെങ്കിൽ കോൺജുഗേറ്റ് എടുത്താൽ എക്സ് മൈനസ് ഐ വൈ എന്നായിട്ട് മാറും. അപ്പോൾ അത് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഒരു റിയൽ നമ്പർ ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എടുത്താൽ നമുക്ക് അതേ നമ്പർ തന്നെ ലഭിക്കും.
So we have to show that lambda equal to lambda bar. Okay. So ഈ ഒരു ഇക്വേഷനിൽ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആണ് ഉള്ളത്. ഇവിടെ lambda bar മൈനസ് lambda. Here we have k conjugate transpose into k. ഈ പ്രോഡക്റ്റ് 0 ആവണമെങ്കിൽ ഒന്നുകിൽ lambda bar മൈനസ് lambda 0 ആവണം, അല്ലെങ്കിൽ k conjugate transpose into k 0 ആവണം. We will prove that this k conjugate transpose into k never equal to 0. ഇത് 0 ആവില്ലെങ്കിൽ പിന്നെ lambda equal to lambda bar ആവേണ്ടി വരും. അതായത് ഈ എക്സ്പ്രഷൻ 0 ആയിരിക്കണം. അതാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ്. അതിനായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് k കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഇൻറ്റു k ഒരിക്കലും 0 ആവുകയില്ല എന്നാണ്. സോ വാട്ട് വാസ് k എന്നത് ഒരു ഏഗൻ വെക്റ്ററാണ്. അത് ഒരു n/n മെട്രിക്സ് ആയതുകൊണ്ട് അതിൻ്റെ ഏഗൻ വെക്റ്റേഴ്സ് എല്ലാം തന്നെ ഇതുപോലെയുള്ള n/1 മാട്രിസസ് ആയിരിക്കും. ഒരു വെക്റ്ററാണ്, ഇവിടെ ഏഗൻ വെക്റ്ററാണ് എഴുതിയിരിക്കുന്നത്, k1 k2 എക്സെട്ര kn. നമ്മൾ അതിൻ്റെ കോൺജുഗേറ്റ് എടുത്തുന്നു, k കോൺജുഗേറ്റ് k1 കോൺജുഗേറ്റ് k2 കോൺജുഗേറ്റ് എക്സെട്ര kn കോൺജുഗേറ്റ്. ഈ വെക്റ്ററിലുള്ള ഓരോ എലമെൻസിനെയും കോൺജുഗേറ്റ് എഴുതി. നൗ വി ഹാവ് ടു ടേക്ക് ദ ട്രാൻസ്പോസ് ഓഫ് ദ കോൺജുഗേറ്റ്. അതായത് ഇതൊരു കോളം വെക്റ്ററാണ്, ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ കോളം നമ്മൾ റോ ആക്കി മാറ്റി എഴുതണം. സോ വി ഹാവ് ദ റോ വെക്റ്റർ k1 കോൺജുഗേറ്റ് k2 കോൺജുഗേറ്റ് എക്സെട്ര kn കോൺജുഗേറ്റ്. നൗ വി മൾട്ടിപ്ലൈ ദാറ്റ് വെക്റ്റർ വിത്ത് k. സോ വി ഹാവ് ദിസ് വൺ ഇൻറ്റു k1 k2 എക്സെട്ര kn. ഈ രണ്ട് മാട്രിസസിൻ്റെ പ്രൊഡക്റ്റ് എഴുതാം. ദാറ്റ് ഈസ് k1 കോൺജുഗേറ്റ് ഇൻറ്റു k1 പ്ലസ് k2 കോൺജുഗേറ്റ് ഇൻറ്റു k2 പ്ലസ് എക്സെട്ര പ്ലസ് kn കോൺജുഗേറ്റ് ഇൻറ്റു kn. ആൻഡ് വി ഹാവ് ദ റിസൾട്ട്. സ്റ്റാർട്ടിങ്ങിലെ നമ്മൾ പറഞ്ഞു z ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ z ഇൻറ്റു z ബാർ ചെയ്താൽ മോഡ് z സ്ക്വയർ എന്നാണ് ലഭിക്കുക. നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു. Therefore here we have k1 conjugate into k1 is mod k1 square plus mod k2 square etc. mod kn square. ഇതിലുള്ള ഓരോ ടേംസും പോസിറ്റീവ് ടേംസ് ആണ്. നമ്മളിവിടെ k എന്നത് ഒരു ഏഗൻ വെക്റ്റർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. 0 വെക്റ്ററിന് ഒരിക്കലും ഏഗൻ വെക്റ്റർ ആവാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിലുള്ള ഏതെങ്കിലും ഒരു എൻട്രി എങ്കിലും നോൺ സീറോ ആയിരിക്കും. സോ this sum is never equal to 0. So this is not equal to 0. So what happens in this product? This one is not equal to 0. Therefore lambda bar minus lambda equal to 0. Therefore we can conclude that lambda equal to lambda bar. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഏഗൻ വാല്യൂ, ആർബിട്രറി ആയിട്ട് ഒരു ഏഗൻ വാല്യൂ എടുത്തു, ലാംഡ റിയൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ലാംഡ ബാർ ഈക്വൽ ടു ലാംഡ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനായി AK ഈക്വൽ ടു ലാംഡ K എന്ന റിലേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്തു. അതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ്സ് ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവസാനത്തിലേക്ക് എത്തിച്ചേർന്നത്. ഡെഫിനിഷൻ ഹിയർ, ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ടു മാട്രിസസ്. Rnലുള്ള രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് എടുക്കാൻ മുമ്പ് നമ്മൾ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. In Rn, in the inner product or dot product of two vectors x equal to x1 x2 etc. xn and y equal to y1 y2 etc. yn is given by x dot y equal to x1 y1 plus x2 y2 plus etc. plus xn yn. ഇത്തരത്തിലാണ് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്തത്. ഇനി നമ്മളുടെ എക്സ് വൈ വെക്റ്റേഴ്സ് രണ്ടും മാട്രിസസ് ആണ് എന്ന് വിചാരിക്കാം. അതായത് എക്സും വൈയും n/1 കോളം മെട്രിസസ് ആണെങ്കിൽ, n റോസും 1 കോളവുമുള്ള കോളം മെട്രിസസ് ആണെങ്കിൽ, ഹൗ ക്യാൻ വി ഡിഫൈൻ ദ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു മാട്രിസസ്? അപ്പോൾ നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്ത അതേ ഡെഫിനിഷൻ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എക്സ് ഡോട്ട് വൈ എസ് x1 y1 പ്ലസ് x2 y2 പ്ലസ് എക്സെട്ര പ്ലസ് xn yn. അത് ആക്ച്വലി എങ്ങനെയാണ് അത് വരുന്നത് എന്ന് നോക്കാം. Here we take the transpose of x. കാരണം ഈ രണ്ട് മാട്രിസസ് ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. നമുക്ക് രണ്ട് മാട്രിസസ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യത്തെ മാട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസ് രണ്ടാമത്തെ മാട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആയിരിക്കണം. അതായത് ഒരു m/n മെട്രിക്സും n/p മെട്രിക്സും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം ഇവിടെയുള്ള നമ്പർ ഓഫ് കോളംസ് അടുത്ത മെട്രിക്സിലെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആണ്. നമുക്ക് ആൻസറായി കിട്ടുന്ന മെട്രിക്സ് m/p മെട്രിക്സ് ആയിരിക്കും. സോ അതുപോലെ മാത്രമേ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. സോ നമ്മളിവിടെ എക്സ് എന്നത് ഒരു n/1 മെട്രിക്സ് ആണ്, y എന്നത് എഗെയിൻ ഒരു n/1 മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്കിത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനാവില്ല. അതിനായി നമ്മൾ ചെയ്യുന്നത് ആദ്യം എക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. സോ ഈ കോളം വെക്റ്റർ റോ വെക്റ്ററായിട്ട് മാറി. സോ ഇപ്പോൾ നമ്മളുടെ ആദ്യത്തെ മെട്രിക്സിൻ്റെ ഓർഡർ 1 റോയും n കോളംസുമുള്ള ഒരു 1/n മെട്രിക്സ് ആണ്. രണ്ടാമത്തെ മെട്രിക്സ് n/1 മെട്രിക്സ് ആണ്. സോ ആദ്യത്തിലെ നമ്പർ ഓഫ് കോളംസ് രണ്ടാമത്തേതിലെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ഒരു 1/1 മെട്രിക്സ് ആണ്. അതായത് ഒരു റോയും ഒരു കോളവുമുള്ള മെട്രിക്സ്, അതായത് ഒരു എൻട്രി മാത്രമുള്ള മെട്രിക്സ്.
Okay, so here we have x transpose into y is multiply ചെയ്ത് നോക്കിയാൽ x1 y1 plus x2 y2 plus etc plus xn yn. അങ്ങനെയാണ് നമ്മൾ x dot y ഡിഫൈൻ ചെയ്യുന്നത്. So if x and y are two n by 1 column vectors, then x dot y is defined as x transpose into y. മുമ്പ് ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ norm of a vector means that square root of x dot x. That is square root of x dot x എന്ന് പറഞ്ഞാൽ x transpose into x ആണ്. That is square root of x1 square plus x2 square plus etc plus xn square. നമ്മൾ മുമ്പ് ആറിനിൽ പഠിച്ച ഫോമുലകൾക്കൊന്നും തന്നെ മാറ്റമില്ല. ഇവിടെ ആ കോൺസെപ്റ്റിൽ വന്ന മാറ്റം മാത്രമേ ഉള്ളൂ. ഇതിന് കൂടെ നമുക്ക് പറയാവുന്ന ഒരു ഡെഫിനിഷൻ ഉള്ളത്, when will we say that two vectors are orthogonal? Two vectors are orthogonal if x dot y equal to 0. സോ ഇവിടെ മാട്രിസസിൻ്റെ കേസിലാണെങ്കിൽ എക്സും വൈയും രണ്ട് n by 1 കോളം മാട്രിസസ് ആണെങ്കിൽ ദേ ആർ ഓർത്തോഗണൽ ഇഫ് എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു വൈ ഈക്വൽ ടു 0. സീറോ മാട്രിക്സ്. ഓക്കെ, എക്സ് ഡോട്ട് വൈ എന്നത് ഇവിടെ എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു വൈ ആണ്. സോ വി ഹാവ് ടു മാട്രിസസ് എക്സ് ആൻഡ് വൈ ആർ ഓർത്തോഗണൽ ഇഫ് എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു വൈ ഈക്വൽ ടു 0. Again we have an important theorem. Let A be an n by n symmetric matrix. Then eigenvectors corresponding to distinct or different eigenvalues are orthogonal. A എന്ന ഒരു സിമെട്രിക് മാട്രിക്സ് എടുക്കുന്നു. അതായത് എയുടെ ട്രാൻസ്പോസ് എടുത്താൽ എ തന്നെയാണ് ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ എയുടെ രണ്ട് ഏഗൻ വാല്യൂസ് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. λ1 ആൻഡ് λ2 രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണ് എടുക്കേണ്ടത്. അതായത് λ1 നോട്ട് ഈക്വൽ ടു λ2 ആവുന്ന വിധത്തിൽ എയുടെ രണ്ട് ഏഗൻ വാല്യൂസ് എടുത്തു. അതിനുശേഷം ഈ ഓരോ ഏഗൻ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഏഗൻ വെക്റ്റർ നമ്മൾ കണ്ടുപിടിക്കുന്നു. Then the theorem says that these two vectors are orthogonal. അതായത് x1 dot x2 equal to 0. Or in other words, x1 transpose into x2 equal to 0 or 0 matrix. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടി വരിക λ1 λ2 എന്ന രണ്ട് ഏഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് എടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ഏഗൻ വെക്റ്റേഴ്സ് ചൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ലെറ്റ് λ1 and λ2 be two distinct eigen values of A corresponding to the eigenvectors k1 and k2 respectively. We have to show that k1 dot k2 equal to 0. ഇവിടെ x1 x2 എടുത്തതിന് പകരം ഇവിടെ k1 k2 എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് k1 ട്രാൻസ്പോസ് ഇൻറ്റു k2 ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. λ1 എന്ന ഏഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്റ്റർ ആണ് k1 നമ്മൾ അസ്യൂം ചെയ്തത് പ്രകാരം. സോ വി ഹാവ് ദ ഇക്വേഷൻ a ഇൻറ്റു k1 ഈക്വൽ ടു λ1 k1. ലാംഡ എന്ന ഏഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്റ്റർ എക്സ് ആണെങ്കിൽ നമ്മൾ എഴുതാറുള്ളത് എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് എന്നാണ്. ഈ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാംഡയെയാണ് നമ്മൾ ഏഗൻ വാല്യൂ എന്ന് വിളിച്ചത്. കറസ്പോണ്ടിങ് എക്സിനെയാണ് ഏഗൻ വെക്റ്റർ എന്ന് വിളിച്ചത്. സോ വി ഹാവ് എ k1 ഈക്വൽ ടു λ1 k1. സിമിലർലി എ k2 ഈക്വൽ ടു λ2 k2. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഫസ്റ്റ് ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ട്രാൻസ്പോസ് എടുക്കുന്നു. അതായത് a k1 transpose equal to λ1 k1 transpose. So we have a into b transposes b transpose into a transpose. That is k1 transpose into a transpose equal to λ1 into k1 transpose. ഇവിടെ λ1 ട്രാൻസ്പോസ് എന്ന് എഴുതാതിരുന്നത് λ1 ഒരു സ്കേലർ മാത്രമാണ്. അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ അതേ നമ്പർ തന്നെയാണ് ലഭിക്കുക. സോ വി ഹാവ് ദിസ് ഇക്വേഷൻ. ഇനി എ എന്നതൊരു സിമെട്രിക് മാട്രിക്സ് ആയതുകൊണ്ട് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ഇറ്റ് സെൽഫ്. സോ വി ഹാവ് k1 ട്രാൻസ്പോസ് ഇൻറ്റു എ ഈക്വൽ ടു λ1 ഇൻറ്റു k1 ട്രാൻസ്പോസ്. ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ k2 മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഹാവ് k1 ട്രാൻസ്പോസ് എ k2 ഈക്വൽ ടു λ1 ഇൻറ്റു k1 ട്രാൻസ്പോസ് ഇൻറ്റു k2. ഇനി നമ്മളിവിടെ ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ഫസ്റ്റ് ഇക്വേഷനിൽ രണ്ട് സൈഡിലും ട്രാൻസ്പോസ് എടുത്തു. അതിൽ എ ട്രാൻസ്പോസിനെ എ എന്ന് മാറ്റി എഴുതിയ ശേഷം റൈറ്റ് സൈഡിൽ k2 മൾട്ടിപ്ലൈ ചെയ്തു. അത്രയുമാണ് ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്തത്. ഇനി സെക്കൻഡ് ഇക്വേഷൻ എ k2 ഈക്വൽ ടു λ2 k2 എന്ന ഇക്വേഷൻ എടുക്കുന്നു. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ k1 ട്രാൻസ്പോസ് എന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് ഇവിടെയുള്ള ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡുമായിട്ട് ഈക്വൽ എക്സ്പ്രഷൻ ഇവിടെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ഓർക്കുക. സോ വി ഹാവ് k1 ട്രാൻസ്പോസ് ഇൻറ്റു എ k2 ഈക്വൽ ടു λ2 ഇൻറ്റു k1 ട്രാൻസ്പോസ് ഇൻറ്റു k2. ഇവിടെ നമുക്ക് ലഭിച്ച രണ്ട് ഇക്വേഷൻസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ഈക്വൽ ആണ്. സോ വി ക്യാൻ ഇക്വേറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്സ്. സോ വി ഹാവ്
lambda 1 into k1 transpose k2 equal to lambda 2 into k1 transpose k2, or 0 equal to lambda 1 minus lambda 2 into k1 transpose k2. ലാംഡ 1 നോട്ട് ഈക്വൽ ടു ലാംഡ 2 എന്ന് നമ്മൾ തുടക്കത്തിലെ അസ്യൂം ചെയ്തിട്ടുണ്ട്. രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണ് നമ്മൾ എടുത്തിരുന്നത്. അതുകൊണ്ട് ദിസ് പ്രോഡക്റ്റ് ഈക്വൽ ടു 0 മീൻസ് ദാറ്റ് k1 ട്രാൻസ്പോസ് ഇൻറ്റു k2 ഈക്വൽ ടു 0. And what this imply? This implies that k1 and k2 are orthogonal. So we showed that if k1 and k2 are two distinct eigenvectors corresponding to two distinct eigenvalues of the matrix A, then that two vectors k1 and k2 are orthogonal. Now we are coming to the topic orthogonal matrix. രണ്ട് വെക്റ്റേഴ്സ് ഓർത്തോഗണൽ ആകാനാണ് നമ്മൾ x1 ട്രാൻസ്പോസ് x2 ഈക്വൽ 0 ആവണം എന്ന് പറഞ്ഞത്. ഇനി ഒരു മെട്രിക്സിനെ എപ്പോഴാണ് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്? An n by n non-singular matrix A is orthogonal if A inverse equal to A transpose. ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണുമ്പോൾ അതിൻ്റെ ട്രാൻസ്പോസിന് ഈക്വൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ such a matrix is called an orthogonal matrix. ഇൻവേഴ്സ് കാണണമെങ്കിൽ മെട്രിക്സ് നോൺ സിംഗുലർ ആയിരിക്കണം, അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. സോ ഇഫ് എ is an non-singular matrix and if A inverse equal to A transpose, then we say that A is an orthogonal matrix. ഇനി ഈ എഴുതിയ എക്സ്പ്രഷനിൽ രണ്ട് സൈഡിലും നമ്മൾ എ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. അതായത് എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ. എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇസ് ദ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഐ. സോ വി ഹാവ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ, എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈക്വൽ ടു ഐ. സോ ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആവണമെങ്കിൽ ഒന്നുകിൽ എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആയിരിക്കണം എന്ന് പറയാം, അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈക്വൽ ടു ഐ ആയിരിക്കുമോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഈ രണ്ടാമത്തെ റിസൾട്ടാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പമുള്ളത്. കാരണം ഒരു മെട്രിക്സ് 3x3 മെട്രിക്സ് ഒക്കെ ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതേസമയം ട്രാൻസ്പോസ് എടുത്തിട്ട് ആ മെട്രിക്സുമായി മൾട്ടിപ്ലൈ ചെയ്ത് അത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണോ ലഭിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. സോ എ മെട്രിക്സ് ഇസ് ഓർത്തോഗണൽ ഇഫ് എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈക്വൽ ടു ഐ. സോ ഹിയർ വി ഹാവ് എൻ എക്സാമ്പിൾ. ഐഡൻറ്റിറ്റി മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും അത് ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. കാരണം ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതിയാൽ അതേ മെട്രിക്സ് ആണ് ലഭിക്കുക. ഐ ട്രാൻസ്പോസ് ഇൻറ്റു ഐ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഐ ലഭിക്കും. ദെർഫോർ ഐ ട്രാൻസ്പോസ് ഇൻറ്റു ഐ ഈക്വൽ ടു ഐ. ദിസ് മീൻസ് ദാറ്റ് ഐ ഈസ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ്. അനദർ എക്സാമ്പിൾ ഇസ് ഹിയർ. എ എന്നൊരു മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത ശേഷം അതേ മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇവിടെയുള്ള ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാക്കി മാറ്റി എഴുതുന്നു, സെക്കൻഡ് റോ സെക്കൻഡ് കോളമാക്കി, തേർഡ് റോ തേർഡ് കോളമാക്കി, അതിനുശേഷം എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ വി വിൽ ഗെറ്റ് ദിസ് മാട്രിക്സ് ഐ. ദിസ് മീൻസ് ദാറ്റ് ദിസ് മാട്രിക്സ് എ ഇസ് എ ഓർത്തോഗണൽ മാട്രിക്സ്. So if you want to check whether a matrix is orthogonal, it is enough to check that A transpose into A equal to I.